ഫ്ലൈവിലേഴ്സ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ലുക്കിലായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ടയുടെ പുതിയ അർബൻ ക്രൂസർ ഹൈറൈഡ് ബി സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ എസ് യു വി ആണ് ടൊയോട്ടയും അതുപോലെ തന്നെ സുസുക്കിയും ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. എന്നാൽ ടൊയോട്ട ബ്രാൻഡിലായിരിക്കും ആദ്യം വരുന്നത്, സുസുക്കിയുടെ പേരിൽ വരുന്നത് ഗ്രാൻഡ് വിറ്റാര എന്നുള്ള പേരിലാണ്. ഈ ഒരു വണ്ടിയുടെ നാഷണൽ മീഡിയ ഡ്രൈവ് ഇന്ന് ഇവിടെ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. നേരത്തെ നമ്മൾ പല ഡ്രൈവ് മുന്നേ വന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഹൈവേ പോയിട്ടും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം ചെയ്യും. ഇതിൽ വന്നിരിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തോടു കൂടിയ മോഡലാണ്, വി മോഡലാണ് നമുക്ക് ഡ്രൈവിനുള്ളത്. അപ്പോൾ അതാണ് ടോപ്പ് എൻഡ് മോഡൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. വെൽക്കം ടു ഫ്ലൈ. പലർക്കും ഉള്ളൊരു സംശയമാണ് എന്തുകൊണ്ടാണ് ഈ ടൊയോട്ടയുടെ ബ്രാൻഡിലും അതുപോലെ തന്നെ മാരുതിയുടെ ബ്രാൻഡിലും ഒരേ വണ്ടികൾ വരുന്നതെന്ന്. അതിനെ പലരും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ടൊയോട്ടയും സുസുക്കിയും ഗ്ലോബലി ഒരു അലയൻസിൽ വന്നു. 2017 വന്നിരിക്കുന്നത്. അതിൽ പല വണ്ടികളും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നവരും ചേർന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു അലയൻസിൽ വന്നിരിക്കുന്നത്. അതിൽ ടൊയോട്ടയിൽ വന്നിരിക്കുന്ന പല ടെക്നോളജികൾ, സ്മാർട്ട് ഹൈബ്രിഡ് പോലുള്ള പല ടെക്നോളജിയും, സ്ട്രോങ് ഹൈബ്രിഡ് എല്ലാം സുസുക്കി ഉപയോഗിക്കാവുന്ന രീതിയിലും, അതുപോലെ തന്നെ സുസുക്കിയിൽ വന്നിരിക്കുന്ന കോമ്പാക്റ്റ് വണ്ടികളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൽ സുസുക്കി ഡെവലപ്പ് ചെയ്ത് ടൊയോട്ടയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെയറിംഗ് ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ടൊയോട്ട അലയൻസിലെത്തിയിരുന്നത്. ഇപ്പോൾ 2017 ആണത് ആയിട്ടെങ്കിലും 2019 ഫസ്റ്റ് ഗ്ലാൻസിയും പിന്നെ അർബൻ ക്രൂസറിലൂടെയാണ് ആക്ച്വലി അത് നമ്മൾ പ്രോഡക്റ്റിലായിട്ട് ഇന്ത്യയിൽ കണ്ടു തുടങ്ങി. അതിന് രണ്ടിനും എന്താ പറ്റിയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ മാരുതിയിൽ ഉണ്ടായിരുന്ന മോഡലായതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് ഒരു വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പലരും പല രീതിയിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് ടൊയോട്ട മാരുതിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് ടൊയോട്ടയുടെ പ്ലാനിൽ ഉണ്ടാക്കുകയാണ്. ചിലർ പറഞ്ഞു ഇത് ടൊയോട്ടൻ്റെ സാധനമായിരുന്നു മാരുതി ഉണ്ടാക്കുകയാണെന്നുള്ളത്. അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാനത് വളരെ വ്യക്തമാക്കാം. ഈ ഗ്ലാൻസ എന്ന് പറയുന്നത് മാരുതിയുടെ ബലേനോ തന്നെയാണ്. അതുപോലെ തന്നെ അർബൻ ക്രൂസർ വന്നിരുന്നത് മാരുതിയുടെ ബ്രെസ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടികളും റീബ്രാൻഡ് മാത്രം ചെയ്തിട്ട് മാരുതിയുടെ പ്ലാന്റ് നിന്നാണ് ആക്ച്വലി ആ വണ്ടികൾ വന്നിരുന്നത്. എന്നാൽ ഈ ഒരു പുതിയ വണ്ടി വന്നതോട് കൂടിയിട്ടാണ് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഓൾറെഡി ഡെവലപ്പ് ചെയ്ത വണ്ടികൾ റീബാഡ്ജിങ് മാത്രമായിരുന്നു. ഇത് ആക്ച്വലി ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം മാരുതിയുടെ എന്ന് പറയുമ്പോൾ സുസുക്കി പാരന്റ് കമ്പനി ആയിട്ടുള്ള സുസുക്കി ജപ്പാനിൽ അവരുടെ അലയൻസ് വന്നിരിക്കുന്നത് ടൊയോട്ട ആയിട്ടാണ്. ഇതൊരു കാരണം, അലയൻസിൻ്റെ ഒരു കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ടൊയോട്ട എന്ന് പറഞ്ഞാൽ ഇപ്പം വേൾഡിലെ ഏറ്റവും വലിയ കാർ മേക്കറായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അതിനെ തൊട്ടടുത്ത് നിൽക്കുന്ന ത്രെറ്റായിട്ട് നിൽക്കുന്നത് വോക്സ് വാഗനാണ്. വോക്സ് വാഗൻ കുറച്ച് നമ്പർ കൂടിയാൽ തന്നെ ടൊയോട്ടൻ്റെ ഫസ്റ്റ് സ്ഥാനം പോകും. അപ്പോൾ ഗ്ലോബലി അവർക്ക് ആ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ആക്ച്വലി വലിയൊരു സെയിൽ നമ്പർ കൂടെ അഡീഷണലി വരണം. അപ്പോൾ മാരുതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സുസുക്കി എന്ന് പറഞ്ഞാൽ വേൾഡിൽ വലിയൊരു ബ്രാൻഡൊന്നുമല്ല. പക്ഷേ ചെറിയ മാർക്കറ്റുകളിൽ സുസുക്കി വലിയൊരു പ്രസൻസ് ഉണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യയിൽ മാരുതിയാണ് 47% മാർക്കറ്റ് ഷെയർ ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ പെട്ടെന്ന് ടൊയോട്ട ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ടൊയോട്ടയ്ക്ക് ആ ഒന്നാം സ്ഥാനം വലിയ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ പറ്റും. വലിയൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അത് ആ ഒരു സെയിൽസ് ഫിഗറിലേക്ക് കൂട്ടിച്ച് ചേർത്തിട്ട് ഇവർ വായിക്കുമ്പോൾ ടൊയോട്ട വിൽ സ്റ്റിൽ റിമെയിൻ ദ ബിഗ്ഗസ്റ്റ് കാർ മേക്കർ ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ടൊയോട്ട ഇത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ടൊയോട്ടയിൽ സുസുക്കിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള പല ടെക്നോളജി ഉണ്ട്. ഇപ്പം സുസുക്കിക്ക് അല്ല മാരുതിക്ക് ഒരു ഇലക്ട്രിക് വരണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്കത് കൊണ്ടുവരാൻ പറ്റും. അതിനൊരു കാരണം ഓൾറെഡി മാരുതി ഓൾറെഡി ടൊയോട്ട ഡെവലപ്പ് ചെയ്തിട്ട് ടെക്നോളജി അവരുടെ കയ്യിലുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ചെറിയ വണ്ടികളിൽ ടൊയോട്ടയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഈ സുസുക്കിൻ്റെ കൊളാബറേഷനിൽ അവർക്ക് ഓവർകം ചെയ്യാനും പറ്റും. ഈ രണ്ട് അലയൻസിൻ്റെ ഗുണമാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പം ശരിക്കും സുസുക്കി ഡെവലപ്പ് ചെയ്ത് ടൊയോട്ട കൂടെ ചേർന്നിട്ട് അതിൻ്റെ എഞ്ചിനീയറിങ്ങും ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സുസുക്കിയുടെ ഡെവലപ്മെൻറ്റിൽ ടൊയോട്ടൻ്റെ ഡിസൈൻ ഫാക്ടേഴ്സ് എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയും വരുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ട്രെയിനിലും മറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ ടൊയോട്ടന് ഇൻപുട്ട് വന്നു. പ്രത്യേകിച്ച് ആ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ്ലി ചെയ്ത് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാരുതി അല്ല ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ടൊയോട്ടൻ്റെ പ്ലാന്റിൽ വെച്ചായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുക. മാരുതിക്കുള്ള വണ്ടിയും ടൊയോട്ട ആയിരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടത് ബാംഗ്ലൂരിലുള്ള പ്ലാന്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കിടക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയുണ്ട് കാണാമെന്നുള്ള ഒന്ന് റിയൽ ലൈഫിൽ കാണാം. നേരത്തെ നമ്മൾ കണ്ടത് ലോഞ്ചിൻ്റെ സമയത്തായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊരു ഈ വെളിച്ചത്തിൽ വെച്ചിട്ട് പോകുന്നത് ശരിക്കും കാണാം.
സോ ബേസിക് ആയിട്ട് ടൊയോട്ടയുടെ ഐഡന്റിറ്റി നിൽക്കുന്ന 2 ഭാഗങ്ങളാണ് ഈ കാറിൽ. അത് ടൊയോട്ടയുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് ഫ്രണ്ടും റിയറും തന്നെയാണ്. വീലെല്ലാം ഉണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ടൊയോട്ടയുടെ ഒരു ഗ്ലോബൽ എസ്യുവി ഫിലോസഫി ആണ് ഡിസൈനിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ എല്ലാം കണക്കിലെടുക്കണ്ട. കാരണം ലാൻഡ് ക്രൂസറിന് വേറെ ഡിസൈൻ ഫിലോസഫി എല്ലാം ഉണ്ട്. പക്ഷേ ടൊയോട്ടയുടെ RAV4 പോലുള്ള കുറച്ച് അതൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടുള്ള വണ്ടികൾക്കെല്ലാം വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇതിൽ ക്യാരി ചെയ്തിട്ടുള്ളത് ആക്ച്വലി. അപ്പോൾ അത് നോക്കുമ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വളരെ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഫ്രണ്ട് ലുക്കാണ്. കുറച്ച് സ്മൈലിംഗ് ആയിട്ടുള്ള ഫേസ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷോട് കൂടിയുള്ള ട്രിം കാണാം. ടൊയോട്ട ലോഗോ, 2 ക്രോം ബീഡിങ്സ് ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ DRL കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്രോം വരുന്നുണ്ട്. ഇവിടെ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ക്രോം ഉണ്ട്. വലിയൊരു എയർ വെന്റ് വന്നിട്ടുണ്ട്. അതിനെല്ലാം തന്നെ വലിയൊരു ഹണികോം ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കെല്ലാം വരുന്ന എലമെൻറ്റ്സ് ഫ്രണ്ട് ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. ഒരു സ്കേർട്ടിങ് താഴെ നിൽക്കുന്നുണ്ട്. അതൊരു ഗ്രാഫൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ക്രോം വന്ന് ഗ്രാഫൈറ്റ് കൊടുത്തുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് ക്രോമിൻ്റെ അരിപ്രസരം ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ക്യാമറ വെക്കുന്ന കാണാം, 360 ഉള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് സൈഡിലേക്ക് വരുമ്പോഴേക്ക് ആണ് ബാക്കിയുള്ളത് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ബോണറ്റിൻ്റെ ഒരു ലൈനും ആ ഒരു ഷട്ട് ലൈനെല്ലാം തന്നെ ഒരു സ്ട്രോങ് എലമെൻറ്റ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ ബോണറ്റിൻ്റെ മേലെ ഒരു ഹമ്പ് ഉണ്ട്. അതെല്ലാം തന്നെ ഒരു പവർഫുൾ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിരിക്കുന്ന വീലേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു SUV ക്യാരക്ടർ കിട്ടുന്ന രീതിയിലുള്ളത്. അതെപ്പോഴും നമുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു ഓഫ് റോഡർ അല്ലെങ്കിൽ ഒരു SUV 4x4 ഫീൽ കിട്ടുന്ന സാധനമാണ്. പിന്നെ ഒരു വീലാർസിൻ്റെ ഫീൽ കിട്ടാൻ ഇവിടെ കുറച്ച് ബൾജ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു മാസ്കുലിൻ ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കാണുമ്പോൾ ആണ് മറ്റൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നത്. മാരുതിയുടെ തന്നെ ഗ്രാൻഡ് വിറ്റാര അല്ലാതെ വെറും വിറ്റാര എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട് പുറമെല്ലാം. അപ്പം ഞാനത് കഴിഞ്ഞ തവണ നമ്മൾ ജർമ്മനി പോയപ്പോൾ ഞാനും കുനാലും കൂടെ ഉള്ള സമയത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ഫോട്ടോ കാണിക്കാം. അപ്പം നമ്മൾ കരുതിയിരുന്നത് ഇന്ത്യയിൽ ഗ്രാൻഡ് വിറ്റാര വരുമ്പം അതിൻ്റെ ഒരു ജനറേഷനായിട്ടോ അല്ലെങ്കിൽ അതൊന്നും ഡെവലപ്പ് ചെയ്ത വണ്ടിയായിട്ടായിരിക്കും. പക്ഷെ അതല്ല വന്നിരിക്കുന്നത്. അതിന് കാരണമായിരുന്നു പല സ്പൈ ഫോട്ടോയിലും കണ്ടിരുന്ന ഈ ഒരു എലമെൻറ്റ്. ഇത് ആ വിറ്റാരയിലും വന്നിരിക്കുന്ന ഈ ഒരു എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് സെപ്പറേറ്റ്ലി തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ എ പില്ലർ മുതൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി 2 ടൈപ്പ് കളർ കോമ്പിനേഷൻ ഉണ്ട്. ഡുവൽ ടോൺ വരുന്നത്, മോണോടോൺ വരുന്നുണ്ട്. ആക്ച്വലി 7 കളേഴ്സ് ഉണ്ട്. അതിൽ ഡുവൽ ടോണിൽ വന്നിരിക്കുന്ന 4 കളേഴ്സാണ്. ആ 4 കളറിൽ ഒരു കളറാണ് ഇത്. ഇതിൽ ടോപ്പ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി കളറിൽ ബ്ലൂ, പിന്നെ എനിക്ക് തോന്നുന്നു വൈറ്റ്, ഗ്രേ, പിന്നെ റെഡ്. ഇതിൽ 4 ആക്ച്വലി ഡുവൽ ടോൺ വരുന്നത്. ബാക്കി 3 കളറും കൂടെ മോണോടോണിൽ മാത്രമേ അവൈലബിൾ. പിന്നെ വീലാണ് പിന്നെ ഒന്ന്. വീലിൽ എന്തായാലും ഗ്രാൻഡ് വിറ്റാര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. വീലിൻ്റെ ഒരു വൈറ്റ് സ്പോക്ക് പോലെ തോന്നിക്കുന്ന ഡിസൈൻ ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന 17 ഇഞ്ചിൻ്റെ വീലാണ്. ടയർ സൈസ് വരുന്നത് 215/60 ടയേഴ്സ്. അപ്പോൾ കുറച്ച് പ്രൊഫൈലിലെ ടയറുണ്ട്. അത് റൈഡിന് ഗുണം ചെയ്യുന്നു കരുതുന്നത്. പിന്നെ റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതൊരു സിൽവർ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നതിന് കുറച്ച് പ്രീമിയം ഫീലാണ്. പിന്നെ ഈ ഒരു എലമെൻറ്റും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാരയിൽ വന്നിരുന്ന ഒരു ഫീലുണ്ട്. ഇവിടെ ബോഡി കളർ ഇത്രയും കയറി നിൽക്കുന്ന ബ്ലാക്ക് ഔട്ട് ചെയ്ത ഭാഷം. പിന്നെ വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ഇപ്പം ഇത് ആക്ച്വലി വലിയൊരു ഗ്രീൻ ഹൗസ് ആണുള്ളത്. 4 മീറ്റർ എന്നുള്ള പോലെ സബ് 4 മീറ്റർ എന്നുള്ളതൊന്നുമില്ല. അതിനേക്കാളും നീളമുള്ള വണ്ടി കൊണ്ട് തന്നെ ഡിസൈൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. സൈഡിൽ നല്ലൊരു ബോൾഡ് ഫീൽ കിട്ടുന്ന ഒരു ഷോൾഡർ ഉണ്ട്. ഈ ഒരു കട്ടിങ് അത് ഇങ്ങനെ തന്നെ കാണാതെ ക്യാമറ ഇവിടെ വന്നാൽ ശരിക്കും ഫീൽ കിട്ടും. ഇതെല്ലാം ഒരു SUV എലമെൻറ്റ്സ് ആയി നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഫീലെല്ലാം കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു SUV സോഫ്റ്റ്വെയർ ലുക്ക് വരാൻ കാരണം ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു ഹാച്ച് ബാക്ക് പോലെ തോന്നിക്കുന്നതല്ല അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഡൈനാമിക് ലൈൻ ഉണ്ട്. അത് കയറി നിൽക്കുന്നുണ്ട്. വീൽ ആർച്ച് ബോൾഡായി നിൽക്കുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോഴും ഈ ഒരു ബോൾഡ്നെസ് ഇവിടെ കയറി ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലിങ്ക് ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ഡി പില്ലറിൻ്റെ ഡിസൈനുള്ള ടെയിൽ ലൈറ്റിൻ്റെ ഒരു എലമെൻറ്റ് ഇവിടേക്ക് നിൽക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ വീൽ ആർച്ച് വരുന്നുണ്ട്. അതും കുറച്ച് സ്ക്വയറിഷ് ഫീലാണുള്ളത്. റിയറിലേക്ക് വരുമ്പോഴും ആ ഒരു സ്ട്രോങ് എലമെൻറ്റ് SUVയുടെ നിൽക്കുന്ന തരത്തിലുള്ള സ്പോയിലർ ഉണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റൻ ഉണ്ട്. ചെറിയ ഗ്ലാസ് ആണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ ഒരു ബോൾഡ് ആയിട്ടുള്ള ബൂട്ടിലിട്ട് വരുന്ന കുറച്ചൊരു ബോക്സി ഷേപ്പ് ഉണ്ട്. അത് സൈഡിനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ട് അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഡിസൈൻ അല്ല ചെയ്തിട്ടുള്ളത്. ഇനി റിയറിൽ വന്നിരിക്കുന്ന മറ്റൊരു എലമെൻറ്റ് ഡിഫറെൻ്റ് ആക്കുന്ന ടെയിൽ ലൈറ്റ് ആണ്. റിയറും ഫ്രണ്ടും ഗ്രാൻഡ് വിറ്റാറായിട്ട് നോക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഹൈ റൈഡറിൽ. ഇതൊരു 2C ഷേപ്പ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റാണ്. LED ആണ്. അതിനെ 2 കണക്ട് ചെയ്യുന്ന ഒരു ക്രോം സ്ട്രിപ്പ് ഉണ്ട്. അതിൽ ലോഗോവും കാണാം. അർബൻ ക്രൂസർ ഹൈ റൈഡർ. പിന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പറിലാണെങ്കിലും ആ ഫ്രണ്ടിൽ കണ്ട ഗ്രാഫൈറ്റ് ഫിനിഷും ഈ ഒരു കാവ് ചെയ്ത് നിൽക്കുന്നെല്ലാം കുറച്ചൊരു ബോൾഡ് ഫീൽ ഉണ്ട്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് അന്ന് ഞാൻ കാണിച്ചതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ട്രേ ഉണ്ട്. ഇപ്പോൾ ട്രേ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഈ ഒരു പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സാധനങ്ങളിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഇപ്പോൾ ഹൈറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി ബാറ്ററി വരുന്നതുകൊണ്ട് ആ സ്പേസ് പോകുന്നുണ്ട് ഈ മോഡലിൽ സ്ട്രോങ് ഹൈബ്രിഡിൽ. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഷൂട്ട് കേസ് ഇവിടെ വെച്ചു. ഷൂട്ട് കേസ് വെച്ച് കഴിഞ്ഞാൽ 2 ലെവലിൽ നിൽക്കുന്നതിനായി ട്രേ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ ചെറിയ സാധനം വെക്കണമെങ്കിൽ ഇപ്പോൾ കുട വെച്ചാൽ ഉള്ളോട്ട് വെക്കാൻ പറ്റും.
അങ്ങനെ ബൂട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബൂട്ടാണ്. ഇത്രയാണ് എക്സ്റ്റീരിയർ ഡിസൈനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. എനിവേ ഇതിൻ്റെ ഇൻറ്റീരിയറും നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ടൊക്കെ ഡ്രൈവിലേക്ക് നോക്കുക. എന്തായാലും ലുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലാണ്. അപ്പം നമുക്കറിയാം പല ആളുകൾക്കും പല ആളുകളെയാണ് ഇഷ്ടം ഉണ്ടാവുക. ഓരോ ആൾക്കാരുടെ ഫേസിൻ്റെ ഷേപ്പും വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. ആ വ്യത്യാസം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് നീണ്ട മുഖം ഇഷ്ടമുണ്ടാവും, റൗണ്ട് മുഖം ഇഷ്ടമുണ്ടാവുന്നുണ്ടാവും. അപ്പോൾ പല രീതിയിലും ഇഷ്ടമുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ? കമ്പയർ ടു ഗ്രാൻഡ് വിറ്റാര ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതോ ഗ്രാൻഡ് വിറ്റാറിൻ്റെ ലുക്കാണോ ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. എന്തായാലും ടൊയോട്ട ഹൈറൈഡറിന് അവർ ഒരു ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റി കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ സോ ഈ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പം എനിക്ക് വീണ്ടും നമ്മൾ ഒരു കമ്പാരിസൺ പറയാനുള്ളത് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട അത്ര ഡിഫറെൻ്റ് ആക്കിയില്ല അർബൻ ക്രൂസറിലും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാറിൻ്റെ ഇൻറ്റീരിയർ. നമ്മളിപ്പോൾ ഗ്രാൻഡ് വിറ്റാർ റീസെൻ്റ്ലി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ R&D സെൻറ്ററിൽ ഒരു വിസിറ്റ് ഉണ്ട്, റോത്തക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് ഒരു ട്രാക്കിൽ ഒരു ചെറിയ ഡ്രൈവ് നടത്താൻ സാധിച്ചിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഓൾട്ടോ ഡ്രൈവിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് കുറച്ച് ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു ആക്ച്വലി. അതിങ്ങനെ വണ്ടി ഡെവലപ്പ് ചെയ്യുന്ന കാണിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇത് കോമൺ ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് ഞാനിതിൽ അതും കൂടെ മെൻഷൻ ചെയ്യുന്നത്. എന്തായാലും ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആണ് ഇവരൊരു ഡെവലപ്മെൻറ്റ് കണ്ടിട്ട്. ഇപ്പം സുസുക്കിയുടെ റോത്തക്കിലുള്ള R&D സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ്. നമ്മൾ പല ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസും ഉള്ളതുകൊണ്ട് ഞാൻ പറയണം, നമുക്ക് പലയിടത്തും പോയാൽ കാണുന്ന പല എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് എല്ലാം തന്നെ ശരിക്കും ഒരു ഗ്ലോബൽ ലെവലിൽ നിൽക്കുന്നുണ്ട്, ആഗോള നിലവാരം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ആയാലും ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് രണ്ടിലും കോമണായി നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ എന്തായാലും അത് പോസിറ്റീവായിട്ട് തന്നെ വേണം. നല്ല മെറ്റീരിയൽ ഫിനിഷ്, ഇപ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം ക്വാളിറ്റി ചീപ്പ് പ്ലാസ്റ്റിക് ആയിട്ട് എവിടെയും തോന്നില്ല. എല്ലാം തന്നെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ കൂടി നല്ല ഒരു ഫീലുള്ളത്. പിന്നെ കളർ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കളറ് ബർഗണ്ടിയാണ് നമ്മൾ അന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഗ്രാൻഡ് വിറ്റാറിലാണ്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരുന്നത് ബ്രൗൺ ആണ്. ബ്രൗണും ബ്ലാക്കും മിക്സാണ്, വേറെയും കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇത് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ വന്നിരിക്കുന്ന കോമ്പിനേഷനാണ്. അത് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ബ്ലാക്ക്, ബ്രൗണ്, സിൽവർ എന്നുള്ള 3 കളേഴ്സ് മിക്സ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ അട്രാക്ഷനായി നിൽക്കുന്ന ഈ ഒരു പോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ വന്നിരിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നതും ഒരു നല്ലൊരു സ്ക്രീൻ ക്വാളിറ്റി ഉണ്ട്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഗ്രാഫിക്സിൽ നമുക്ക് നോക്കുമ്പോൾ കുറേ കൂടിയും ടൊയോട്ട ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ആ ലേഔട്ടും കാര്യത്തിലും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടെന്നെല്ലാം പറയുന്നത് നല്ലൊരു കാര്യമായിരുന്നു. നമ്മൾ റീസെൻ്റ്ലി ബ്രസീലിൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു ഈ ഒരു സൗണ്ട് വോയിസ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളന്ന് ഗ്രാൻഡ് വിറ്റാര ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫുള്ളി ഡെവലപ്പ് ആവാത്തതുകൊണ്ട് അതൊന്നും നോക്കിയിരുന്നില്ല. എനിവേ ഇതിൽ വന്നിരിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന റേഞ്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലൂടൂത്തിൽ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ കാപ്പ്ലേ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇതിലുള്ള മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് ആണ്. എർഗണോമിക്സ് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് ടച്ചെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി റെസ്പോൺസീവ് ആയിട്ടുള്ള ഫീൽ ഉണ്ട്. അതിൻ്റെ താഴെ എയർ വെൻറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഹസാർഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റൗണ്ട് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ AC കൺട്രോൾ യൂണിറ്റ് മൊത്തം വരുന്നുണ്ട്. അതിൽ എന്തിനും ബട്ടൺസ് വരുന്നുണ്ട്. അതിൻ്റെയും താഴെ സ്വിച്ചസ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ESP സ്വിച്ച് മാത്രമല്ല, അതിൻ്റെ താഴെയായിട്ട് 12 വോൾട്ടിൻ്റെ ചാർജറും USB-C അല്ല USB ചാർജർ പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ്, വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ EV മോഡ് എന്നാണ്, ഇലക്ട്രിക് മാത്രമുള്ള മോഡ്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് ഉണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ഇത് നമുക്ക് ഇലക്ട്രിക്കൽ മാത്രം ഓടിക്കാനും ഇലക്ട്രിക് കട്ട് ചെയ്ത് ഡ്രൈവ് ഓടിക്കാനുള്ള ഓപ്ഷൻസിലാണ് അതിന്. പക്ഷേ അതൊരു ചെറിയ കോംപ്ലിക്കേഷനുള്ള സംഭവമാണ്. അത് ക്ലിയർ ആക്കണമെങ്കിൽ ഡ്രൈവിൽ തന്നെ പറഞ്ഞിട്ടാം. പിന്നെ താഴത്തെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ, അതായത് കൂളിങ്ങിനുള്ളതുണ്ട്. താഴെ 2 കപ്പ് ഹോൾഡറും ഇവിടെ ചെറിയ ഗ്ലോ ബോക്സും വരുന്നുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ സീറ്റ് അതുപോലെ തന്നെ നല്ല വെന്റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല കൂളിങ്ങും എഫക്റ്റീവ് ആയിട്ടുള്ള വെന്റിലേഷനാണ്. ഈ പെർഫറേഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇതിൽ വന്നിരിക്കുന്നത്.
സൈഡിലെല്ലാം തന്നെ ചെറിയ ബോൾസ്റ്റേഴ്സ് എല്ലാം കൊടുത്തത്, അതും ഒരു സപ്പോർട്ട് എലമെൻ്റ് ആയി നിൽക്കുന്നുണ്ട്. സ്റ്റിയറിംഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാരുതിയുടെ ഒരു എലമെൻറ്റ് കാണാം. പക്ഷേ ടൊയോട്ട ലോഗോയിലും വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് അല്ല ഇതിൽ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയുള്ളത്. സ്ക്രീനിൻ്റെ ഒരു ഡിഫറൻസ്, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീനാണ്. അതും ഈസിലി യൂസ് ചെയ്യാവുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള റീഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ബട്ടണിൽ തന്നെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നതാണ്. അത് ഞാൻ ഡ്രൈവിൽ പറയാം. പിന്നെ സ്റ്റാർട്ട് ബട്ടൺ എല്ലാം ഇവിടെ നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ലെതർ ഫിനിഷാണ്, സ്റ്റിച്ച് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒരു പ്രീമിയം ടച്ച് കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെ സപ്പോർട്ടെല്ലാം തന്നെ നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ റിയർ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയറിൽ പറയാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഒറ്റയടിക്ക് ഇവിടുന്നേ പറയാനുള്ളത്, നല്ല റൂമിനെസ് തോന്നിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ഫ്രണ്ടിലിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാണുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം സൈസുള്ളൊരു വണ്ടിയാണ്. മറ്റൊരു കാറിലെ പാനോറമിക് സൺറൂഫാണ്. അതിപ്പം ഇവിടെ നെറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ തുറക്കാത്ത വെച്ചാൽ അത്രയ്ക്ക് നല്ല വെയിലുള്ളതുകൊണ്ട് ഷോർട്ട് കാണിച്ചു തരാം. ഇത്രയും വലിയ പാനോറമിക് സൺറൂഫാണ്. റിയറിലേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. റിയർ സീറ്റിൻ്റെ കംഫർട്ടും കാര്യം റിയറിൽ നിന്ന് നോക്കാം. ഇപ്പോൾ അർബൻ ക്രൂസറിന്റെ സെക്കൻഡ് റോ സീറ്റില് രണ്ട് വലിയ ആള് what do you say for sit? ഇരിക്കാൻ പറ്റും. ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ സെന്ററില് കുറച്ച് സ്മോൾ ആള് ഇരിക്കാൻ പറ്റും. അത്ര ഉള്ളൂ. ഫോട്ടോ ബോംബിങ് ചെയ്തതാണ് ഫ്ലൈവിൽ കന്നഡ ശ്രീകാന്ത്, അറിയാലോ. അപ്പം ഇത്രയെല്ലാം മലയാളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷോ എല്ലാം ഹോസ്റ്റ് ചെയ്തോളൂ. എനിവേ, റിയറിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഹൈറ്റിലിരിക്കുന്ന സീറ്റ്, അതിൻ്റെ ഒരു ഗുണം ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും മനസ്സിലുണ്ട്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ സിൽ ഹൈറ്റ് കയറി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുമ്പം പുറത്തേക്കുള്ള വ്യൂ എല്ലാം നല്ലോണം കിട്ടുന്നത്. ഫ്രണ്ടിൽ തന്നെ ഞാൻ പറയാൻ വന്നിട്ട് നിർത്തിയതാണ്, കാരണം ഇവിടെ ഇരുന്ന് കാണിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ശരിക്കും നല്ല റൂമിനെസ് തോന്നിക്കുന്നുണ്ട്. ഇനിയിപ്പം അങ്ങനെ റൂമിനെസ് കുറവായി തോന്നിയാൽ ഇതുവരെയുള്ള പാനോറമിക് സൺറൂഫും ഉണ്ട്. മൊത്തത്തിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. ശ്രീകാന്ത് പറഞ്ഞ പോലെ തന്നെ രണ്ട് വലിയ ആൾക്ക് ഇരിക്കാം. ഇവിടെ ഒരു കുട്ടിക്കല്ല, ഇനി കുറച്ച് മെലിഞ്ഞ ആൾക്കാർ ഇരിക്കാൻ പറ്റും. ഒരു ഗുണം എന്ന് വെച്ചാൽ ട്രാൻസ്മിഷനിൽ വലിയ ഹൈറ്റ് ഇല്ല, കഴിഞ്ഞാൽ തന്നെ വീതിയും കുറവുള്ളതുകൊണ്ട് കാല് വെച്ചാലും മറ്റുള്ളവർക്കും വലിയ പ്രശ്നം വരില്ലാതെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ AC വെന്റ് വരുന്നുണ്ട്, കൺട്രോൾ ഒന്നുമില്ല. ഇവിടെ രണ്ട് USB-C അല്ല, വീണ്ടും USB ചാർജേഴ്സ് അല്ല, ഒരു USB-Cയും ഒരു USB ചാർജറും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ചാർജറിൽ ഒന്ന് USB-C ആണ്. ഫ്രണ്ടിൽ എന്തോ USB-C ഇല്ല, അത് അപ്ഡേറ്റഡ് അല്ല എന്ന ഫീലുള്ളത്. എന്തായാലും പുറമേക്കുള്ള വ്യൂ ഒന്നും കട്ടാതെ ഇരിക്കാൻ പറ്റുന്ന നല്ല സപ്പോർട്ട്. പിന്നെ ഈ ഒരു ഹെഡ് റെസ്റ്റും നല്ലൊരു സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. ഇനി കൂടുതൽ വേണ്ടത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് ആണ്. ഇതിനിവിടെ ഒരു ലോക്ക് ഉണ്ട്, വെറുതെ താവാതിരിക്കാൻ. കണ്ടോ, അതവിടെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ വെറുതെ താവില്ല. ഇവിടെയാണ് രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്, അപ്പോൾ വെള്ളം വേണം വെക്കാൻ പറ്റും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ വെക്കുന്ന കാര്യം കുറച്ച് ടൈറ്റാണ്. ഇത്രയാണ് റിയറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും അതിനനുസരിച്ച് നല്ല എർഗണോമിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനെല്ലാം നല്ല സുഖമുണ്ട്. മൊത്തത്തിൽ ഒരു തംസപ്പ് പറയാവുന്ന ഒരു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഓൾറെഡി ഏതായാലും ഹൈറൈഡറിനെ കിട്ടി. ഇനിയുള്ള ഡ്രൈവ് ട്രെയിനാണ്, അതും ഡ്രൈവും നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള SPS അഥവാ സർഫസ് പ്രൊട്ടക്ഷൻ സൊല്യൂഷൻ എന്ന ബ്രാൻഡാണ്. അതായത് കാറുകളുടെ എക്സ്റ്റീരിയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫീൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അത് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ. അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. മെയിൻലി ഇതിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ്, വളരെ തിൻ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ മാക്സിമം എയറോ അതുപോലെ തന്നെ വെള്ളം എല്ലാം തന്നെ ഒലിച്ചു പോകാനും ബേർഡ് ഡ്രോപ്പ് അതുപോലെ തന്നെ കറകളെല്ലാം പെട്ടെന്ന് ക്ലീൻ ചെയ്യാനെല്ലാം പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷനാണ്. ഡസ്റ്റ് നിൽക്കുന്നത് വളരെയധികം കുറയും. ഇങ്ങനെ ഒരു സൊല്യൂഷനാണ് SPS വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. സോ ഇന്നത്തെ സ്പോൺസർ SPS ആണ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഇതിൻ്റെ 1.5 ലിറ്റർ ഹൈബ്രിഡ്, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ 1.5 ലിറ്റർ ഒരു നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞ മോഡലും ഇവർക്ക് വരുന്നുണ്ട്. ഇത് ടോപ്പ് ആൻഡ് വേരിയൻറ്റുമാണ്. ഈ ഒരു 1.5 ലിറ്റർ എന്നായിട്ടുള്ള എഞ്ചിൻ, അതായത് ഇതിൽ വന്നിരിക്കുന്ന K സീരീസ് എന്ന് പറഞ്ഞ എഞ്ചിൻ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ട്യൂണിങ് ലെവൽ വ്യത്യാസമുണ്ട്, പവർ ഔട്ട്പുട്ടിലും ഡിഫറൻസ് ഉണ്ട്. അപ്പം നിയോ ഡ്രൈവ് അല്ല നമ്മൾ ഓടിക്കുന്നത്, നമുക്ക് ഓടിക്കാനുള്ള സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അത് 102 HP പവറും 131 Nm ടോർക്കുമാണ് വരുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഗിയർ ബോക്സ് ഉണ്ട്. ഒന്ന് വന്നിരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ആണ് 5 സ്പീഡ്, മറ്റൊന്ന് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതിലാണ് മാനുവലിൽ ഓയിൽ ഡ്രൈവ് വരുന്നത്.
ഓക്കെ, അതായത് നിയോ ഡ്രൈവിൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് വരുന്നത്. നമ്മളിപ്പോൾ ഓടിക്കുന്ന ഹൈബ്രിഡ് മോഡൽ, സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡലിൽ ഓൾ വീൽ ഡ്രൈവ് വരുന്നില്ല. ഇത് കുറേ പേർക്ക് ഉണ്ടായിരുന്ന സംശയമായിരുന്നു നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത്. എനിക്കും അത് ക്ലിയർ ആയിരുന്നില്ല അന്ന്. അപ്പം ഞാൻ അതിൽ അറിയുന്നവരോടെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു, പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പം ഒരു വീഡിയോ എന്ന രീതിയിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഓൾ ഡ്രൈവ് വരുന്നത് മാനുവലിൽ മാത്രമാണ്, ടോപ്പ് എൻഡ് മോഡൽ വരുന്നില്ല. അപ്പം നമ്മൾ ഹൈവേ കയറിയപ്പോൾ ഇതിൻ്റെ ഇപ്പം പെട്രോൾ എഞ്ചിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൽ 2 ടൈപ്പിൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മുമ്പ് നമ്മൾ ടൊയോട്ടയുടെ ക്യാമറീൻ്റെ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്ന രീതി. സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് എന്ന് അവർ പറയുന്നത്, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബാറ്ററി വണ്ടി ഓടുമ്പോൾ തന്നെ സെൽഫ് ചാർജ് ആവുന്ന സിസ്റ്റമാണ്. അത് നമ്മൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേണ്ട എന്നുള്ളതാണ്. അത് ഇങ്ങനൊരു ഡെഫിനേഷൻ വരാൻ കാരണം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റം വന്നതോട് കൂടിയിട്ട് പലരും ഹൈബ്രിഡിനെ അതാക്കിയിട്ട് അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തു. പക്ഷെ ആക്ച്വലി മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ ജനറേറ്റർ ഉള്ളതുകൊണ്ട് ഓഫ് ആയി ഓൺ ആകുന്ന സിസ്റ്റം മാത്രമേ ഉള്ളായിരുന്നു. ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റം ആക്ച്വലി ബാറ്ററി സപ്പോർട്ടോടുകൂടിയുള്ള സിസ്റ്റം മുമ്പ് തന്നെ ടൊയോട്ട പ്രയസ് പോലെ മോഡലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സിസ്റ്റമാണ്. ടൊയോട്ടയുടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പോപ്പുലർ ആണ്, എസ്റ്റാബ്ലിഷ് ആണ്, 10-15 വർഷമായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം നമ്മളെ മാർക്കറ്റിൽ അത് വരാത്തതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ പഠിപ്പിക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. പിന്നെ അതിന് ശേഷം വന്നാണ് ഈ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സിസ്റ്റം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്ന സിസ്റ്റമാണ്. അത് നമ്മൾ പുറത്തുള്ള വണ്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അത് ചില കാറുകൾക്കെല്ലാം ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ 2 സ്റ്റെപ്പും ഒന്ന് വിട്ടിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കുമ്പം ഈ ഇലക്ട്രിഫിക്കേഷൻ്റെ 2 സ്റ്റെപ്പുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത്, ഹൈബ്രിഡും പ്ലഗ് ഇൻ ഹൈബ്രിഡും. ഈ 2 സ്റ്റെപ്പ് നമുക്കിവിടെ ഇപ്പോഴാണ് ആവുന്നത്. അപ്പോഴേക്കും തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എത്തും ചെയ്തു. മറ്റേ ഇലക്ട്രിക്കലേക്ക് പൂർണ്ണമായിട്ട് മാറുന്ന മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റെപ്സ് ആയിരുന്നു ഇത്. എനിവേ ഇനിയിപ്പോൾ പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സെൽഫ് ചാർജിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ റൺ ചെയ്യുമ്പോൾ തന്നെ ബാറ്ററി റീചാർജ് ആവുന്നതാണ്. ഇപ്പോൾ ഇതിപ്പോൾ പോകുന്ന ഇലക്ട്രിക് മോഡലാണ്. ഇപ്പോൾ ഇലക്ട്രിക് മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ അത് റീജൻ ആവുന്നുണ്ട്. ഇപ്പം അറിയാലോ, നമ്മൾ സാധാരണ ഇലക്ട്രിക് കാറിൽ കാണുന്ന പോലെ റീജനറേ ആവുന്നുണ്ട്. അപ്പം ഇതിൽ വന്നിരിക്കുന്ന ബാറ്ററി റീചാർജ് ആവും. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഇറക്കത്തിലാണെങ്കിൽ ഒരു ബി എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. അപ്പോൾ റീകുപ്പറേഷൻ ലെവൽ കുറച്ച് കൂടും, ചാർജിങ്ങും കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. ഇറക്കത്തിലെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഇല്ലാതെ തന്നെ സ്ലോ ഡൗൺ ആവുന്ന സിസ്റ്റമാണിത്. ഇപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം ആക്ച്വലി നമ്മളെ എഞ്ചിൻ വർക്ക് ചെയ്യാൻ തുടങ്ങി, 4 സിലിണ്ടർ എഞ്ചിൻ. നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഇത് ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് ആക്ച്വലി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിലൂടെ ബാറ്ററി റീചാർജ് ആവും. അപ്പോൾ വണ്ടിൻ്റെ ടയർ തിരിയുമ്പോഴുള്ള റീചാർജിങ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ക്രൂസ് ചെയ്യുന്നുണ്ട്. അത് പോകുമ്പോൾ ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടറാണ്. ഇലക്ട്രിക് മോട്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് EV മോഡലാണ് ഇപ്പം പോകുന്നത്. EV മോഡൽ ഇങ്ങനെ പോകുമ്പോൾ ഇലക്ട്രിക് മോട്ടർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് ഉള്ളിടത്തോളം സമയം അതിൽ ആക്ച്വലി നമുക്ക് ഇലക്ട്രിക് മോഡൽ മാത്രമായിട്ട് പോകാം. അതിനിവിടെ ബട്ടൺ ഉണ്ട്, EV മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ EV മോഡൽ പോകുമ്പം ഇതിലുള്ള 2 മോട്ടറിൽ ഒരു മോട്ടർ ആക്ച്വലി ഡ്രൈവ് മോട്ടറാണ്. ആ ഡ്രൈവ് മോട്ടറിലാണ് ഈ ഒരു വണ്ടി ഫങ്ഷൻ ചെയ്ത് പോണത്. മറ്റൊരു മോട്ടറിൽ ജനറേറ്റർ എന്ന് പറഞ്ഞ മോട്ടർ, അതിൻ്റെ ഈ ഒരു ഇലക്ട്രിക്കിലേക്കുള്ള പവർ ജനറേറ്റ് ചെയ്യുന്നതും മറ്റെല്ലാം പോകുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പവർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 113 HP-യും ഏകദേശം 145 Nm ടോർക്കുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കൂടുമ്പോൾ നമുക്ക് വലിയൊരു പവർ ഔട്ട്പുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 85 കിലോവാട്ടിൻ്റെ മോട്ടറും അതുപോലെ തന്നെ 75 കിലോവാട്ടിൻ്റെ ആക്ച്വലി എഞ്ചിൻ പവർ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം ആക്ച്വലി നമുക്ക് ഏകദേശം 140 പവറിലും തോന്നും. പക്ഷെ അത്രയും വണ്ടി പവർ എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണോ ബാറ്ററി ചാർജ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു അൽഗോരിതത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ല നമ്മളത് ഇപ്പം ചാർജ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവില്ല. അത് ചാർജിങ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി സ്വന്തമായിട്ട് റീചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ആവും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ സിവിക്കിലും കണ്ടിരുന്ന ഈ ഒരു സിസ്റ്റം സിമിലർ ആയിട്ടുള്ള ആക്ച്വലി ഇതിൻ്റെതായ രീതിയിൽ അത് ഫങ്ഷൻ ചെയ്ത് പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് വെച്ചാൽ നമ്മൾ വെറും ഇലക്ട്രിക്കിലേക്ക് മാത്രമായിട്ടോ അതല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഗ്യാസോലിൻ എഞ്ചിനിലോ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പൈൻ ചെയ്തിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. എന്തായാലും കമ്പൈൻ ചെയ്ത് വരുമ്പം ഇതിൻ്റെ ഇവർ ക്ലെയിം ചെയ്യുന്ന ഫ്യൂവൽ എഫിഷ്യൻസിയാണ് ഇതിൻ്റെ വലിയ ഫാക്ടർ. അത് 29 കിലോമീറ്ററോളം വരുന്ന ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം നല്ലൊരു എഫിഷ്യൻസി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇതിനെ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയി തോന്നുന്നത്. തിരക്കിലും ട്രാഫിക്കിലും ആകുമ്പോൾ റീജനറേഷനും ഇലക്ട്രിക് മോഡ് യൂസേജും കൂടുതലാണ്. നമ്മൾ കുറച്ച് സ്പീഡിലെല്ലാം പോകുമ്പോൾ ഇലക്ട്രിക് മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുന്നുണ്ട്. എഫിഷ്യൻസി ഫിഗേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുമ്പോൾ. എന്തായാലും നമുക്ക് എന്തായാലും ഒരു 23 നേരത്തെ കിട്ടിയതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അത്രയാണ് നമുക്ക് എഫിഷ്യൻസി ഫിഗർ കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ എഫിഷ്യൻസി ഫിഗർ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 20.9 ഇത് ആവറേജ് ആയിട്ട് ഇവിടെ കാണാം. അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ ആക്ച്വലി റീസെറ്റ് ചെയ്ത് ഇവിടെ ഷൂട്ടിന് വേണ്ടി നമ്മൾ ടൗൺ ഏരിയയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴുള്ള ഒരു കണ്ടീഷനാണ്. 21 ആയിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ മുമ്പ് ഡ്രൈവ് ചെയ്തിരുന്ന മീഡിയ ഓടിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് ഇതിലുണ്ടായിരുന്ന 23 കിട്ടിയെന്നാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് എഫിഷ്യൻസി ഇപ്പം വിലയിരുത്താൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് എഫിഷ്യൻസി ഫിഗേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫിഗേഴ്സാണ്, ഇമ്പ്രസീവ് തന്നെയാണ്. 29 ഒരു ക്ലെയിം ചെയ്യുന്നതിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു പൂർണ്ണമായിട്ട് റിയൽ ലൈഫ് ടെസ്റ്റിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത് ഇത് നമുക്കിന്ന് വണ്ടികൾ ഷോർട്ടാണ്. ഇവിടെ ആകെ 6 വണ്ടികൾ, അതിൽ എല്ലാ വണ്ടികളും 2 മീഡിയ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ മീഡിയൻ്റെ അവർക്ക് തിരിച്ച് പോകാൻ നേരത്തെ ഫ്ലൈറ്റിലുണ്ട്. അവർ നേരത്തെ നമ്മൾക്ക് കിട്ടിയ സമയമാകുമ്പോഴേക്കും നല്ല ട്രാഫിക്കും പറഞ്ഞ ചൂട് ഉച്ചയ്ക്ക് എല്ലാം ആയിപ്പോയി കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നിപ്പോൾ ഒരു എക്സ്പീരിയൻസിൽ 21 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി പിന്നീട് ഒരു അവസരം കിട്ടിയാൽ കുറച്ചുകൂടി ലോങ് എല്ലാം പോയിട്ട് ടോട്ടൽ എഫിഷ്യൻസി നോക്കാൻ ശ്രമിക്കാം നമുക്ക്. എനിവേ ഇന്നിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്രാൻഡ് വിറ്റാറിൻ്റെ ഡ്രൈവ് ആയിരുന്നു നടത്തിയിരുന്നതിൻ്റെ മുമ്പ്. അത് റോത്തക്കിലുള്ള ഒരു R&D സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പം അന്ന് കുറച്ചുകൂടെ നമുക്ക് ട്രാക്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ബേസിക്കലി ഒന്ന് സ്പീഡ്, നമ്മളവിടെയുള്ള ബാങ്കിങ് ആയിട്ടുള്ള ട്രാക്കുകളുടെ സ്പീഡും അതുപോലെ തന്നെ ബ്രേക്കിങ്, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റും. സ്റ്റിയറിങ് ലൈറ്റാണ് കുറച്ച്, പക്ഷെ ലൈറ്റ് ആണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഭയങ്കര ലൈറ്റായിട്ട് സാധാരണ നമ്മൾ സുസുക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെഡ് സ്റ്റിയറിംഗ് പോലെയല്ല, കുറച്ചൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടേണും കാര്യമെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, കുറച്ച് ടൈറ്റ് ആവുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് സ്പീഡിലെല്ലാം കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം സസ്പെൻഷൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽ ശരിക്കും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സസ്പെൻഷൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽ അത് എന്നാൽ നമ്മളവിടെ പല ടൈപ്പ് ട്രാക്കിൽ ഓടിച്ചു. ഇന്നും നമ്മൾ പല ടൈപ്പ് റോഡിലും ഓടിക്കുന്നുണ്ട്, മോശം റോഡിലും അതുപോലെ തന്നെ ഹൈവേയിലെല്ലാം പോകുമ്പോൾ സസ്പെൻഷൻ സോർട്ടഡ് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ്, കംഫർട്ട് ലഭിക്കുന്നുണ്ട്. ടേൺ കാര്യമെല്ലാം എടുക്കുമ്പോൾ ശരിക്കും നമുക്കത് ഒരു ബാലൻസ് ചെയ്യുന്ന ഫീൽ ഉണ്ട്, അല്ലാണ്ട് ബോഡി റോളൊന്നും കാര്യമൊന്നും വരുന്നില്ല. ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു അന്ന്. ഇതെല്ലാം നമ്മളൊരു ഡ്രൈവേഴ്സ് ആസ്പെക്റ്റിൽ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ലെവൽ ഒന്ന്, അത് പെട്രോളും അത് ഹൈബ്രിഡ് അല്ലാണ്ട് തന്നെ ഇഞ്ചിൻ്റെ നോയ്സ് വളരെ കുറവ്. എഞ്ചിൻ ഓൺ ആയാലുള്ളൊരു സൗണ്ട് അല്ലാതെ അത് തന്നെ ഹൈ ലെവൽ വരുമ്പോൾ കൂടുതൽ സൗണ്ട് വരുന്നു, അല്ലെങ്കിൽ സൗണ്ട് വളരെ കുറവാണ്. ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ റിഫൈൻമെൻറ്റ് ലെവൽ, കംഫർട്ട് ലെവൽ നല്ല രീതിയിൽ തന്നെ സോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവേ സാധാരണ ഒരു സുസുക്കി ഡെവലപ്പ് ചെയ്ത വണ്ടിയാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ഒരു ഡൗട്ട് സേഫ്റ്റി ആയിരിക്കും. സേഫ്റ്റിയിലാണെങ്കിൽ ഇതിലിപ്പോൾ 6 എയർ ബാഗ് വന്നിട്ടുണ്ട്. 6 എയർ ബാഗും അതുപോലെ തന്നെ ബിൽഡും സ്ട്രക്ചറെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് ശരിക്കും മനസ്സിലായി. ഇതിൻ്റെ കൂടെ തന്നെ ബ്രസ്സിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റി. ആ ക്രാഷ് ടെസ്റ്റിൻ്റെ സമയത്ത് ശരിക്കും നമുക്ക് മനസ്സിലായി എത്രത്തോളം വണ്ടി സ്ട്രോങ് ആണെന്നുള്ളത്. ഫാസ്ടാഗിൻ്റെ സ്ലിപ്പ് നമുക്ക് കയ്യിൽ തന്നിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അതോടെ അങ്ങനെ വെച്ച് കാണിക്കേണ്ടതാണ്. അപ്പോൾ എനിവേ ഇത്രയാണ് നമുക്ക് ഡ്രൈവിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു ലോങ് ഡ്രൈവ് ഒന്നും ആയിരുന്നില്ല, ഷോർട്ട് ഡ്രൈവാണ് നമ്മൾ ചെയ്തത്. പിന്നുള്ള ഇതിൽ വന്നിരിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള കുറേ ഫീച്ചേഴ്സ്, ഇപ്പം വോയിസ് കമാൻഡ് ഉണ്ട്. ഏ ടൊയോട്ട, Hi, what can I do for you? ഐ എം ഫീലിംഗ് ഹോട്ട്. I'm bored too. Let's listen to some song to drive the boredom blues away. Just say, Hey Toyota, to get started. ഏ ടൊയോട്ട, What can I do for you? Just say the service name. ടേൺ ഓൺ ദ റേഡിയോ. Tuning to 882 DRM. ഓക്കെ, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ മ്യൂട്ടാക്കി വെച്ചാണ്, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുറച്ച് ചെറിയ ഗ്ലിച്ചസ് ഉണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ എനിക്കൊന്ന് ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, അതിന്റെ കളർ എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ഫീച്ചർ വൈസ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെയിൻലി ഇതിലുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് ആണ്. സെഗ്മെന്റിലേക്കുള്ള ഫസ്റ്റ് എൻട്രി ആണ് ടൊയോട്ടക്കാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റുള്ള പ്ലേയേഴ്സിനെ വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ ക്രെറ്റ ഉണ്ട്, അതുപോലെ തന്നെ കിയ സെൽത്തോസ്, ടൈഗുനും അതുപോലെ തന്നെയാണ് സ്കോഡ കുഷാക്കെല്ലാം. ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഇപ്പോൾ ഇതിൽ മേജർലി എല്ലാവർക്കും ഉള്ളത് പെട്രോൾ എഞ്ചിൻ മാത്രമാണ്. ഇതിൽ ഭൂരിഭാഗം എല്ലാവർക്കും പെട്രോൾ എഞ്ചിനുള്ള, ആകെ ഹ്യുണ്ടായി ഗ്രൂപ്പായിട്ടുള്ള ഹ്യുണ്ടായിക്കും കിയക്കും മാത്രമേ ഡീസലുള്ളൂ. ബാക്കി എല്ലാവരും പെട്രോളാണുള്ളത്. പക്ഷേ പെട്രോളിൽ നിങ്ങൾക്ക് സ്ട്രോങ് ഹൈബ്രിഡ് വന്നത് നല്ലൊരു എഫിഷ്യൻസി ഫാക്ടർ വരുന്നതായിരിക്കും. പ്രൈസിങ് നമുക്ക് അറിയില്ല, അപ്പം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ള വേരിയൻ്റ് വൈസ് പ്രൈസിങ് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിലായിരിക്കും വരുന്നുണ്ടാവുക. ലുക്സ് ആണ് മറ്റൊരു കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ലുക്സ് നമുക്ക് ഏതാണോ പേഴ്സണലി ഇഷ്ടമാവുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാൻഡ് വിറ്റാറ വന്നാലും അതുപോലെ തന്നെ
അർബൻ ക്രൂസർ ഹൈ റൈഡർ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മൾ പിന്നൊരു ദിവസം വണ്ടി ശരിക്കും കയ്യിൽ കിട്ടിയതിന് ശേഷം കൊണ്ടുവരാം. അതുവരെ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ ഫോർ യു. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളെ ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയുമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ചെയ്യുന്നു.